മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ശ്രദ്ധ കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യമാകുന്നു മക്കൾക്ക് പലർക്കും ഇന്നുള്ളത്. എന്നാൽ മാതാപിതാക്കളോടുള്ള മനോഭാവം എങ്ങനെയുണ്ട്? ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ കയ്പുള്ളതാക്കി മാറ്റാം. ജീവിത വിജയത്തിന് ആവശ്യമായ എത്രയെത്ര കാര്യങ്ങളാണ് സദൃശ്യവാക്യങ്ങളുടെ പഠനത്തിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനികളുടെ വാക്കുകൾക്ക് ചെവി ചായ്ക്കുവാനും ശ്രദ്ധിക്കുവാനും സദൃശ്യവാക്യങ്ങൾ നമ്മോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആക്കി തീർത്ത മനുഷ്യൻ ഭാഗ്യവാനാകുന്നു. സദൃശ്യവാക്യങ്ങൾ 23 അധ്യായം 6 മുതൽ 24 അധ്യായം 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സദൃശ്യവാക്യങ്ങൾ 23 അധ്യായം നാം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നുവല്ലോ. ഇന്ന് 6 മുതലുള്ള വാക്യങ്ങളാണ് നാം പഠിക്കുവാൻ പോകുന്നത്. ഞാൻ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എന്നോടൊപ്പം നിങ്ങളും നോക്കിക്കാട്ടെ. സദൃശവാക്യങ്ങൾ 23:6. കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്, അവൻ്റെ സ്വാദ് ഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയും വരുത്. അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും, അവൻ്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. നീ തിന്ന കഷ്ണം ഛർദ്ദിച്ചു പോകും, നിന്റെ മാധുര്യ വാക്ക് നഷ്ടമായെന്നും വരും. ഇവിടെ നാം ഇപ്പോൾ വായിച്ച ഭാഗത്ത് ശലോമോൻ ഒരു വിധത്തിൽ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. അതായത് ഇറുക്കിപ്പിടിച്ചും പിശുക്കത്തരം കാണിച്ചും ധനവാന്മാരായവരുടെ ജീവിത രീതി കണ്ട് അസൂയപ്പെടരുതെന്ന് ശലോമോൻ പറയുന്നു. അതുമാത്രമല്ല, അവരെ എങ്ങനെയെങ്കിലും മയക്കി അവരുടെ പ്രീതി നേടുവാനും ശ്രമിക്കരുതെന്നാണ് ഇവിടെ കാണുന്നത്. അവരുടെ കൂട്ട് അബദ്ധമാണ്. അവർ താങ്കളുടെ കാര്യങ്ങൾ ഓരോന്നും അവരുടെ ലാഭത്തിന് മാത്രമേ ഉപയോഗിക്കൂ. അതെ, ഇവിടെ ഈ യുവാവിന് പ്രത്യേകിച്ചും യുവ സുവിശേഷകർക്ക് നൽകുന്ന ഒരു നല്ല ഉപദേശമാകുന്നു ഇത്. ഞാൻ പല സ്ഥലത്തും ചെന്നിട്ടുള്ളപ്പോൾ എൻ്റെ സ്നേഹിതർ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങോട്ടാണോ പോകുന്നത് ആ വീട്ടിൽ? അവിടെ ചെല്ലുമ്പോൾ ഇന്നാരും നിങ്ങളെ ഒരു നേരത്തെ ആഹാരത്തിന് ക്ഷണിക്കാതിരിക്കില്ല. അവിടെ ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ വാക്കുകളെ പ്രത്യേകം സൂക്ഷിക്കണം. നിങ്ങൾ അവിടെ നിന്നും വീട്ടിലെത്തുന്നതിന് മുൻപ് നിങ്ങൾ പറഞ്ഞതെല്ലാം വേറെ പല അർത്ഥത്തിൽ ചിറക് വെച്ച് പറന്നു നടക്കും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ പല ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വന്നേക്കാം. താങ്കൾ നൽകുന്ന ഉത്തരങ്ങൾ താങ്കൾക്കെതിരായി തന്നെ അവർ ഉപയോഗിക്കും. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവമേ അവിടെ പോകാവൂ. ഞാൻ ഒരു വീട്ടിൽ ചെന്ന് അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ, അവിടെ അല്പം വിശ്രമിക്കുമ്പോൾ, എൻ്റെ സ്നേഹിതരോട് സംസാരിക്കുമ്പോൾ മറ്റൊരാൾ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുള്ളത് എന്തെങ്കിലും പറഞ്ഞെന്ന് വന്നേക്കാം. സംഘർഷമൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് സാധാരണ നാം വല്ലതുമൊക്കെ വിളിച്ചു പറയുന്നത്. പിരിമുറുക്കം ഇല്ലാതിരിക്കുമ്പോൾ നാം ഹൃദയം തുറന്ന് സംസാരിച്ചെന്ന് വന്നേക്കാം. ഭക്ഷണത്തിന് ചെല്ലുമ്പോഴും വിശ്രമിക്കുമ്പോഴും സാധാരണ സംഘർഷം ഉണ്ടായിരിക്കില്ലല്ലോ. അങ്ങനെ നാം പറയുന്നതിനെ കൊണ്ടു നടക്കുവാൻ ആവശ്യം പോലെ ആൾക്കാരുണ്ടാകും. വ്യക്തിപരമായി ഞാൻ തമാശ പറയുന്ന കൂട്ടത്തിലാണ്. എൻ്റെ സ്നേഹിതരെ ഞാൻ ശുണ്ഠി പിടിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അതൊക്കെ എനിക്ക് തന്നെ വിനയായി തീർന്നിട്ടുമുണ്ട്. അങ്ങനെയുള്ള എത്രയെത്ര അനുഭവങ്ങൾ വേണമെങ്കിലും പറയാം. എന്നാൽ അതൊക്കെ എന്നെ തന്നെ ക്രമീകരിക്കുവാനുള്ള പാഠങ്ങളായി ഞാൻ കണ്ടു. എൻ്റെ അടുത്ത് വന്ന് മറ്റേ ആളിൻ്റെ കുറ്റം മുഴുവൻ പറയും. ഞാൻ ഒന്ന് മൂളുകയോ ശരിയെന്ന് സമ്മതിച്ച് തലയാട്ടുകയോ ചെയ്താൽ അത് മുഴുവൻ മറ്റേ ആളിനോട് ചെന്ന് പറയും. എത്ര വക്രതയുള്ള ഒരു ലോകമില്ലേ? നമുക്ക് ഒരുത്തൻ എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ അവൻ്റെ വലയിൽ വീണു പോകരുത് എന്നാണ് ശലോമോൻ പറയുന്നത്. അവന് എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശം കണ്ടെന്ന് വരും. എപ്പോഴും ഉണ്ടാകണമെന്നില്ല, എല്ലാവർക്കും അങ്ങനെ കാണണമെന്നുമില്ല. ഏതായാലും ആളുകളെ മനസ്സിലാക്കി വേണം നാം ഇടപെടേണ്ടത്. അതിനോട് ചേരുന്നതാണ് അടുത്ത വാക്യവും 9-ാം വാക്യം.
ഭോഷൻ കേൾക്കെ നീ സംസാരിക്കരുത്, അവൻ നിൻ്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ച് കളയും. എത്ര പ്രാവശ്യം നാം ഈ അനുഭവം കണ്ടിട്ടുണ്ട്. താങ്കൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. താങ്കൾ പറയുന്ന കാര്യം അവന് മനസ്സിലാകാത്തതിനാൽ ഉടനെ ആക്ഷേപിക്കുക. അങ്ങനെയുള്ള അവസരങ്ങളിൽ വാസ്തവത്തിൽ സങ്കടം തോന്നും, അല്ലേ? പിന്നെ ഒന്നേ ചെയ്യുവാൻ നോക്കൂ, അവൻ കേൾക്കെ സംസാരിക്കാതിരിക്കണം, അത്രമാത്രം. 10ഉം 11ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, പണ്ടേ ഉള്ള അതിർ നീക്കരുത്, അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയും അരുത്, അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ, അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. ഇവിടെ ഇതാ വീണ്ടും അതിരിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നാം അത് ചിന്തിച്ചതോർക്കുമല്ലോ. അതിൽ നാം ഒരു ആത്മീയ അർത്ഥം ചിന്തിച്ചിരുന്നുവല്ലോ. താങ്കൾക്ക് താങ്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുവെങ്കിൽ അത് കുഞ്ഞുങ്ങളിലേക്ക് പകരുവാൻ ശ്രമിക്കരുത് എന്ന് നാം ചിന്തിച്ചതായിരുന്നു. അങ്ങനെ പകർന്നെന്നാൽ കുഞ്ഞുങ്ങൾ അതിനുള്ള വില കൊടുക്കേണ്ടി വരും. താങ്കൾക്ക് നല്ലൊരു പശ്ചാത്തലവും ക്രിസ്തീയ മാതാപിതാക്കളും ഉണ്ടായിരുന്നു എന്ന് വന്നേക്കാം. എന്നാൽ താങ്കളുടെ മക്കൾക്ക് അങ്ങനെ സംരക്ഷിക്കുവാൻ ഒന്നുമില്ലാതെ വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വഷളത്വം നിറഞ്ഞ തലമുറ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഇന്നത്തെ തലമുറ ഇങ്ങനെ ആയതിന് ആരാണ് കാരണക്കാർ? ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ തലമുറയുടെ വിശ്വാസത്യാഗം ഇന്നത്തെ തലമുറയെ വഷളത്വത്തിൽ എത്തിച്ചു, അത്രമാത്രം. മാതാപിതാക്കൾ അതിർ ലംഘിച്ചു, മക്കൾ അതിനപ്പുറവും ലംഘിച്ചു. പണ്ടൊക്കെ പറയില്ലേ, അമ്മ തടി വഴിയെങ്കിൽ മകൾ ഇലച്ചി വഴിയെന്ന്. അതാണ് വാസ്തവത്തിൽ ഇന്നത്തെ തലമുറയിൽ നാം കാണുന്നത്. പലപ്പോഴും നാം അവരെ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ എത്രമാത്രം ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 12ാം വാക്യത്തിൽ നാം കാണുന്നത്, നിൻ്റെ ഹൃദയം പ്രബോധനത്തിനും നിൻ്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കുക. ശ്രദ്ധിക്കുവാൻ തയ്യാറുള്ളവരാണ് ഏറ്റവും അധികം അറിവ് സമ്പാദിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് പറയുവാനുള്ളത് കേൾക്കുന്നത് ബലത്തിൻ്റെ ലക്ഷണമാണ്, ബലഹീനതയല്ല. ശ്രദ്ധിക്കുവാൻ താല്പര്യമുള്ളവർ ജീവിതത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ആശയങ്ങളെ മുറുകെ പിടിച്ച് മറ്റെല്ലാ ആശയങ്ങൾക്കും ചെവി കൊട്ടിയടച്ചിരുന്നാൽ നാം ഇടുങ്ങിക്കഴിയുന്നവരാകും. അതല്ലാത്ത പക്ഷം നമുക്കെല്ലായ്പ്പോഴും നമ്മുടെ അറിവിൻ്റെ അതിരുകളെ വിസ്താരമാക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രബോധനത്തിനും പരിജ്ഞാനത്തിനും നാം ചെവി കൊടുക്കുന്നവരാകണം. 13ാം വാക്യം, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. ഇതേ വിഷയം നാം നേരത്തെ ചിന്തിച്ചതാണ്. ഇതിനോട് ചേർത്ത് പൗലോസ് പറയുന്നത് മാതാപിതാക്കൾ മക്കളെ പ്രകോപിപ്പിക്കരുത് എന്നാണ്. എഫെസ് ലേഖനം 6ാം അധ്യായത്തിൽ നാം അത് കണ്ടു, പഠിച്ചു. കോപം നിറഞ്ഞു നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുതെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. ശിക്ഷിക്കുന്നത് ശിക്ഷണത്തിന് വേണ്ടി വേണം. ശിക്ഷണം കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായകരമല്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. ഈ കാര്യം ഓരോ മാതാപിതാക്കളും പ്രത്യേകം ഓർത്തിരിക്കേണ്ട വസ്തുതയാകുന്നു. പലരും ശിക്ഷിക്കുന്നത് തങ്ങളുടെ കോപശമനത്തിനാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നത്. അവർക്കറിയാം താങ്കൾ ശിക്ഷിച്ചത് സ്നേഹമില്ലാതെയും അന്യായമായും ആകുന്നു എന്ന്. ഈ വിഷയത്തിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാകുന്നു ഈ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തുക എന്നുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങളെ മാത്രമല്ല, പ്രായമായി കഴിഞ്ഞാൽ പോലും നാം കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുകയാകുന്നു എന്ന് അവരോട് പറയരുത്. നാം അവരെ ശിക്ഷണത്തിൽ അഥവാ അച്ചടക്കത്തിൽ ചിട്ടയിൽ കൊണ്ടുവരികയാണെന്ന് അവരെ മനസ്സിലാക്കണം. പൗലോസ് പിതാക്കന്മാരോട് പറയുന്നത് തങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും വളർത്തുകയാണ് വേണ്ടത് എന്നത്രേ. ഇത് കർത്താവിൻ്റെ ബാലശിക്ഷയും പഥ്യോപദേശവുമാകുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നമ്മുടേതല്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 15 മുതലുള്ള വാക്യങ്ങൾ ഞാൻ 18 വരെ വായിക്കാം. മകനെ, നിൻ്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എൻ്റെ ഹൃദയവും സന്തോഷിക്കും. നിൻ്റെ അധരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിൻ്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല.
മകനെ, കേട്ട് ജ്ഞാനം പഠിക്കുക, നിൻ്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. ദൈവകൽപ്പനകളും ക്രിസ്തീയ ഉത്തരവാദിത്തങ്ങളും പുറകിലെറിഞ്ഞ് തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നവരുടെ അഭിവൃദ്ധി കണ്ട് അസൂയപ്പെടുന്നത് വളരെ എളുപ്പമാണ്. എപ്പോഴും സംഭവിക്കും. ദൈവഹിതം എന്തെന്ന് പോലും ചിന്തിക്കാതെ ഒരു സമയത്തേക്ക് അവർ ഉയർന്നു വന്നു എന്ന് വന്നേക്കാം. ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. എന്നാൽ ശലോമോൻ പറയുന്നത് ദൈവം സകലവും കാണുന്നു. നീതിയോടെ നടക്കുന്നവന് തീർച്ചയായും ഒരു പ്രതിഫലം ഉണ്ടാകും എന്ന് ശലോമോൻ പറയുന്നു. അതുമാത്രമല്ല, അനുഗ്രഹീതമായൊരു ഭാവിയും ഉണ്ടാകും. 20 21 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രരായിത്തീരും. നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ യുവാവേ, നീ ഏതൊരു വിധത്തിലുള്ള കൂട്ടുകാരുടെ മധ്യത്തിലാകുന്നു എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. മോശമായ കൂട്ടുകാർ മോശമായ പെരുമാറ്റം ഉണ്ടാക്കും. യുവജനങ്ങൾക്കുള്ള ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് നാം ഇവിടെ കണ്ടത്. ഇനി 22 വാക്യം നോക്കിക്കാട്ടെ. നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്കാൻ, നിൻ്റെ അമ്മ വെറുതെ ആയിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. വളരെ പ്രായോഗികമായ വാക്യം. ജ്ഞാനത്തിൻ്റെ സ്കൂളിൽ നിന്നും ബിരുദം വാങ്ങി വെളിയിൽ വരുവാൻ പോവുകയാണ് നമ്മുടെ ഈ യുവാവ്. അവൻ്റെ മാതാപിതാക്കൾ ഒരുപക്ഷെ വൃദ്ധരാകുന്നുണ്ടാകും. ഇത്രയും പഠിത്തമൊക്കെ ആകുമ്പോൾ മാതാപിതാക്കളെ പുച്ഛമായി അവന് തോന്നിയെന്ന് വന്നേക്കാം. കൂട്ടുകാരുടെ മധ്യത്തിൽ നിന്ന് മാത്രമല്ല, മാതാപിതാക്കളുടെ അറിവിലുള്ള മതിപ്പ് കുറവും ഉണ്ടായി എന്ന് വന്നേക്കാം. വാസ്തവത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന മക്കൾ തങ്ങളുടെ അജ്ഞതയാണ് വെളിപ്പെടുത്തുന്നത്. അബ്ശാലോമിനോട് മാത്രം സംസാരിച്ചാൽ താങ്കൾക്ക് ഇതിൻ്റെ ഒരു ഉദാഹരണം കിട്ടും. അവനുണ്ടായിരുന്നതിലും അധികം വിവരം തൻ്റെ പിതാവിനുണ്ടായിരുന്നു എന്ന് അബ്ശാലോം സമ്മതിക്കും. പക്ഷേ അത് മനസ്സിലാക്കുവാൻ അല്പം സമയമെടുത്തു എന്ന് മാത്രം. തൻ്റെ പിതാവായ ദാവീദ് രാജാവിന് എതിരെ മത്സരിച്ച് വിജയിക്കാമെന്നാണ് അബ്ശാലോം ചിന്തിച്ചത്. എന്നാൽ ദാവീദ് ഒരു പടക്കുതിര തന്നെയായിരുന്നു. യുദ്ധത്തിന് വേണ്ടി അബ്ശാലോം ഒരുമ്പെട്ട് പട്ടണത്തിന് വെളിയിൽ വന്നത് അവൻ ചെയ്ത തെറ്റാണ്. അവൻ ഒരിക്കലും യെരുശലേം വിടരുതായിരുന്നു. കാരണം യുദ്ധക്കളത്തിൽ തൻ്റെ വഴി ദാവീദിന് അറിയാമായിരുന്നു. എന്നാൽ അബ്ശാലോമിനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമോശമായിപ്പോയി. തൻ്റെ പിതാവിനോട് മത്സരിച്ച അവൻ വലിയ തോൽവി ഏറ്റുവാങ്ങി. ഒടുവിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. 23 വാക്യം. നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. എനിക്ക് ഈ വാക്യം വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഞാനും പണം കൊടുത്ത് സത്യം വാങ്ങേണ്ടതില്ല. പണമോ വിലയോ കൂടാതെ നമുക്കത് ലഭ്യമാണ്. യെശയ്യാപ്രവചനം 55 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഈ പറഞ്ഞതെല്ലാം ക്രിസ്തുവാകുന്നു. അവിടുന്നാണ് ജ്ഞാനവും സത്യവും വിവേകവും എല്ലാം. പൗലോസ് തന്നെ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്നത്രേ. ഒരിക്കലും അറിഞ്ഞ സത്യത്തെ വിറ്റ് കാര്യം കാണുവാൻ ശ്രമിക്കരുത്. എന്ത് വില കൊടുത്തും സത്യത്തിന് വേണ്ടി നിൽക്കുകയാണ് വേണ്ടത്. 26 വാക്യം നോക്കിക്കാട്ട്. 26 വാക്യം. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ വഴി നിൻ്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞേക്കാം, നമ്മുടെ പഴയ വൃത്തികെട്ട ഹൃദയം ദൈവത്തിന് വേണ്ട എന്നാണല്ലോ താങ്കൾ പണ്ട് പറഞ്ഞത് എന്ന്. ശരിയാണ്, ഞാൻ അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവന് അത് ഉപയോഗിക്കുവാൻ കഴിയില്ല. എന്നാൽ മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്നവൻ പറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടാത്ത മനുഷ്യനോടല്ല സംസാരിക്കുന്നത്. അവിടുന്ന് തൻ്റെ മക്കളോടാണ് സംസാരിക്കുന്നത്. താനൊരു പുതിയ ഹൃദയം നൽകിയ, പുതിയ സ്വഭാവം നൽകിയ, വീണ്ടും ജനനം പ്രാപിച്ച തൻ്റെ മകനോടാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള മകനോട് പറയുന്നത്, നീ എൻ്റെ അടുത്ത് വരുവാനും നിന്നെ തന്നെ സമർപ്പിക്കുവാനും
നീ എന്നെ സ്നേഹിക്കുന്ന പക്ഷം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നത്രേ. ഇനിയും 24-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില വാക്യങ്ങൾ കൂടി നമുക്ക് ഒരുമിച്ചൊന്ന് പഠിക്കാം. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ തന്നെ ഞാൻ വായിക്കാം. 24-ാം അധ്യായമാണ് ഇനി നാം നോക്കുന്നത്. ആദ്യത്തെ 2 വാക്യങ്ങൾ: ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്, അവരോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയും അരുത്. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു, അവരുടെ അധരം വേണ്ടാതനം പറയുന്നു. ഇത് തന്നെ മുൻപും നമ്മോട് പറഞ്ഞതാണ്, ഇല്ലേ? പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒരു ആവർത്തനം നമുക്ക് സദൃശവാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് നാവ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും നിഗളത്തെക്കുറിച്ച്, അതായത് ഗർവിനെക്കുറിച്ചും ഭോഷനായിരിക്കുന്നതിനെക്കുറിച്ചും വളരെയേറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിരന്തരമായി ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. കാരണം അവയെ ജീവിതത്തിലേക്ക് പകർത്തിയിരിക്കുകയാണ്. ഇവരെ നമ്മുടെ വലിയ വലിയ നഗരങ്ങളിൽ മാത്രമല്ല, നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താങ്കൾക്കറിയാവുന്ന സകലർക്കും യോജിക്കുന്ന ഓരോ സദൃശവാക്യം താങ്കൾക്ക് കണ്ടെത്താവുന്നതാണെന്ന്. ബൈബിളിലെ വ്യത്യസ്തരായ കഥാപാത്രങ്ങൾക്ക് യോജിക്കുന്ന അനേകം സദൃശവാക്യങ്ങൾ ഇതിനോടകം നാം കണ്ടു കഴിഞ്ഞു. അതൊക്കെ പഠിച്ചപ്പോൾ ഞാൻ അതിന് ചേരുന്ന ആളുകളെ എടുത്തു കാണിക്കുകയും ചെയ്തുവല്ലോ. ഇവിടെ 24-ാം അധ്യായത്തിൽ നാം കാണുന്ന ഈ വാക്യങ്ങളോട് വളരെ സാമ്യമുള്ളതാണ് 73-ാം സങ്കീർത്തനം. അത് ആസഫിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അതിൽ ഈ എഴുത്തുകാരൻ ആസഫ് എഴുതുകയാണ്: ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു എന്ന്. 73-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ മാത്രമാണ് ഞാൻ വായിച്ചത്. അത് മുഴുവനൊന്ന് വായിക്കുമ്പോൾ അതിലെ ആ അർത്ഥവ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ പറഞ്ഞ കാരണങ്ങളാൽ ആസഫ് അസ്വസ്ഥനായിരുന്നു. ആസഫ് മാത്രമല്ല, ഈ കാരണങ്ങളാൽ താങ്കളും അസ്വസ്ഥനായിരിക്കുമെന്ന് എനിക്കറിയാം. എനിക്കെൻ്റെ വ്യക്തിപരമായി ഈ പറഞ്ഞ ചിന്ത പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ദുഷ്ടന്മാർ അല്ലെങ്കിൽ ദൈവത്തെ തള്ളിക്കളയുന്നവർ അഭിവൃദ്ധി പ്രാപിക്കുന്നു? ഇപ്പോൾ ഇതാ ശലോമോൻ, ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് നാം വിശേഷിപ്പിക്കാറുള്ള ശലോമോൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്, അവരോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയും അരുത്. എന്തുകൊണ്ട്? കാര്യങ്ങൾ നേരെയാക്കുന്ന ഒരു ദിവസം വരുന്നു. യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെല്ലുന്നത് വരെ അവരുടെ അന്തം എന്താകുമെന്നതിനെക്കുറിച്ച് തനിക്ക് യാതൊരു പിടിയും കിട്ടിയില്ല എന്ന് ആസഫ് പറയുന്നു. ദൈവം അവരോട് ഇടപെട്ടുകൊള്ളും. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ എത്രമാത്രം അഴിമതിയും അന്യായവും അരക്ഷിതാവസ്ഥയുമാണ് കാണുന്നത്. അതിൻ്റെ പരിഹാരത്തിനായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് വളരെ കുറച്ച് മാത്രമാണ്. വാസ്തവത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. എല്ലാ അനീതിക്കുമെതിരെ എത്രമാത്രം എതിർപ്പാണ് നാം കാണുന്നത്. ഒരു സമത്വം കൊണ്ടുവരുവാനുള്ള ശ്രമം വളരെയാണ്. സമരങ്ങളും സത്യാഗ്രഹങ്ങളും ഒക്കെ ഈ കാലത്ത് സർവ്വസാധാരണയാണ്. എന്നാൽ ഇതൊന്നും പ്രശ്നത്തിന് പരിഹാരം ആകുന്നില്ല. കാരണം പ്രശ്നം മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. മാറ്റപ്പെടേണ്ടത് മനുഷ്യൻ്റെ ഹൃദയമാണ്. ഇതിനെ ഒരു ദിവസം നേരെ കൊണ്ടുവരേണ്ടത് ദൈവം തന്നെയാണ്. അവൻ അങ്ങനെ ചെയ്യുന്നതിനായി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാവുന്നതാണ്. ജീവിതത്തിൽ നമ്മുടെ സ്ഥാനം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ നമ്മെ നമ്മുടേതായ പ്രത്യേക സ്ഥാനത്ത് ഒരു ഉദ്ദേശം സാധിക്കുവാനായി ദൈവമാക്കിയതാകുന്നു എന്ന് തിരിച്ചറിയുന്നത് നമ്മെ സന്തുഷ്ടരാക്കും. നാം ഇവിടെ യാദൃച്ഛികമായി വന്നവരല്ല എന്നറിയുന്നിടത്തോളം സന്തോഷം മറ്റെന്താണ്? ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നത് ഞാൻ കാണുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ ദൈവത്തോട് പലവട്ടം പറഞ്ഞു. ആസാഫ് പറഞ്ഞതുപോലെ പറയുവാൻ താങ്കൾക്ക് ഭയമില്ലേ? താങ്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോട് ചേർന്ന് പോകുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, എല്ലാം നേരെയാക്കുവാൻ അവനിൽ ആശ്രയിക്കേണ്ടതുണ്ട്. നാം ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടതുണ്ട്. ദാരുണമായ അന്ത്യത്തിൽ തീർന്നുപോയ ദുഷ്ടന്മാരുടെ നീണ്ട ഒരു പട്ടിക ബൈബിളിൽ നമുക്ക് കാണാവുന്നതാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ കായീനിൽ നിന്നാകുന്നു ആരംഭിക്കുന്നത്. ലോത്തിനെ പോലെ ഒരു മനുഷ്യൻ, അവൻ ദൈവത്തെ അറിഞ്ഞവനായിരുന്നെങ്കിൽ തന്നെയും
സൊദോം പട്ടണത്തിൽ ജീവിക്കുവാനും അവിടെ അഭിവൃദ്ധിപ്പെടുവാനുമാണ് അവൻ ആഗ്രഹിച്ചത്. അവിടെ നിന്നും അവൻ മാറില്ല എന്ന് ചിന്തിച്ചതായ ഒരു ദിവസം വന്നു. നോക്കണേ, ദൈവത്തെ അറിഞ്ഞ മനുഷ്യൻ അവൻ പോലും അത്രമാത്രം കടുംപിടുത്തം പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ചെയ്തത് അവനെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു തെറ്റായിരുന്നു. അങ്ങനെ താങ്കൾ ദൈവവചനത്തിലൂടെ പോയെന്നാൽ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുത, ചില ആളുകൾ ഒരു സമയത്തേക്ക് അഭിവൃദ്ധിപ്പെട്ടു, എന്നാൽ പിന്നീട് ന്യായവിധി വരുന്നതായി കാണുന്നു. ഇത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. നാം ഒന്നും അറിയാത്തവരെ പോലെ ജീവിച്ചു പോകരുത്. അതാണ് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. 3ഉം 4ഉം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 24-ാം അധ്യായത്തിൻ്റെ 3ഉം 4ഉം. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. നാം ചെയ്യേണ്ടിയിരിക്കുന്നതിൻ്റെ അതിമനോഹരമായൊരു ചിത്രമാകുന്നു ഇവിടെ നാം വായിച്ചത്. ഒരു മനുഷ്യൻ ഒരു വീട് പണിതതിന് ശേഷം ആ വീട് ഫർണിച്ചറുകൾ കൊണ്ട് നിറയ്ക്കുന്നു. വീട്ടിലേക്ക് ആവശ്യമായ അതിമനോഹരമായ ഓരോന്ന് വാങ്ങുന്നു, ചുവരുകളൊക്കെ അലങ്കരിക്കുന്നു, വിലപ്പെട്ട പലതും കൊണ്ട് വീട് ഭംഗിയാക്കി തീർക്കുന്നു. അപ്രകാരത്തിൽ മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഭവനം കാണുന്നത് ഒരു സന്തോഷം തന്നെയാണ്. താങ്കളും ഞാനും നമുക്കിവിടെ ഓരോ ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം. ജ്ഞാനത്തിൻ്റെ ഭവനം, മനസ്സിലായല്ലോ, പരിജ്ഞാനത്തിൻ്റെ ഭവനം. നാം നമ്മുടെ മനസ്സും ഹൃദയവുമൊക്കെ എല്ലാ വിധത്തിലുമുള്ള മനോഹരങ്ങളായ ഗൃഹോപകരണങ്ങൾ കൊണ്ടും പൂക്കൾ കൊണ്ടും പടങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും നിറയ്ക്കേണ്ടതുണ്ട്, അലങ്കരിക്കേണ്ടതുണ്ട്. ഇതത്രേ പൗലോസ് തിമോത്തിയോസിനെ പ്രബോധിപ്പിച്ചത്. തിമോത്തിയോസിന് പൗലോസ് എഴുതുമ്പോൾ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. താങ്കളും ഞാനും നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനത്താൽ നിറയ്ക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഒരു അതിമനോഹര കൊട്ടാരത്തിനായി നമുക്ക് പ്രവർത്തിക്കാം. ഒരു കുടിൽ കൊണ്ട് നമുക്ക് സംതൃപ്തിപ്പെടാതിരിക്കാം. ഇന്ന് അനേകരും തങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ആത്മീകമായി ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളിലാണ് കഴിഞ്ഞുകൂടുന്നത്. കയറി ചെല്ലുവാൻ അറുപ്പ് തോന്നുന്ന തരത്തിലുള്ള കുടിലുകളിൽ. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ. ആത്മീയമായി അപ്രകാരമുള്ള സ്ഥാനത്താണ് പലരും കഴിയുന്നത്. നാം ആയുസ് മുഴുവൻ ആത്മീയമായിട്ടുള്ള ഗ്രഹങ്ങൾ പണിയേണ്ടതുണ്ട്. അതുമാത്രമല്ല, ദൈവവചനത്തിൽ നിന്നുള്ള അനുഗ്രഹീത നിക്ഷേപങ്ങളാൽ നാം വീടുകൾ നിറയ്ക്കേണ്ടതുമുണ്ട്. ഇന്ന് അനേകർക്കും ഒരു കുടിൽ, അതെ, അജ്ഞത മാത്രമാണുള്ളത്. കുടിൽ എന്നതുകൊണ്ട് ഞാൻ അത് ആണ് ഉദ്ദേശിച്ചത്. അജ്ഞത, ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത. അവിടെ യാതൊന്നുമില്ല, വെറും ശൂന്യത മാത്രം. നമ്മുടെ സഭകളിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ദുരന്തം സഭാംഗങ്ങളുടെ അജ്ഞതയാണ്. അവരുടെ ശൂന്യമായ കുടിലുകൾ, ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. 5ഉം 6ഉം വാക്യങ്ങൾ കൂടി നോക്കിക്കാട്ട്. 5ഉം 6ഉം വാക്യങ്ങൾ. ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു, പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ഭരണസാമർഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും, മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട്. നമുക്ക് ഇന്ന് ഉപയോഗിക്കുവാൻ കഴിയുന്ന അനേകം സാധ്യതകൾ ഉണ്ട്. ശരിയായ ആലോചനയ്ക്കായി നമുക്ക് തിരിയാവുന്ന ആളുകൾ മാത്രമല്ല, നമുക്കിന്ന് ദൈവവചനവുമുണ്ട്. ഒരു തീരുമാനമെടുക്കേണ്ട സമയത്ത് ബൈബിൾ തുറന്ന് ഏതെങ്കിലും ഒരു വാക്യം എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തുറക്കുമ്പോൾ ആദ്യം കിട്ടുന്ന വാക്യമാണ് പലരും എടുക്കാറുള്ളത്. അത് തീരുമാനത്തിനായി ഉപയോഗിക്കുന്ന പ്രവണത നല്ലതല്ല. അത് അന്ധവിശ്വാസമാണെന്ന് ഞാൻ പറയൂ. ബൈബിൾ മൊത്തം പറയുന്നത് എന്തെന്ന് നാം അറിയേണ്ടതുണ്ട്. നാം മോശയെയും യോശുവയെയും ശമൂവേലിനെയും ദാവീദിനെയും മീഖായെയും സക്കറിയാവിനെയും മത്തായിയെയും യോഹന്നാൻ, പൗലോസ്, അങ്ങനെ എല്ലാവരെയും വായിക്കേണ്ടതുണ്ട്. അവരെല്ലാം നമുക്ക് ഉപദേശം നൽകുന്നവരാണ്. നമുക്ക് ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട സമയം വരുമ്പോൾ നമുക്ക് അവരോടെല്ലാം അഭിപ്രായം ചോദിക്കാവുന്നതാണ്. വചനം അറിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ബലം. 10-ാം വാക്യം, 24-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിൻ്റെ ബലം നഷ്ടം തന്നെ. അവൻ ഇവിടെ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഒരു പുരുഷൻ്റെ വേല ചെയ്യുവാൻ
ഒരു പുരുഷനെ ആവശ്യമാണ്. നമ്മുടെ സംഘർഷത്തിൻ്റെയും പരിശോധനകളുടെയും സമ്മർദ്ദത്തിൻ്റെയും ഒക്കെ സമയങ്ങൾ ദൈവം എടുത്ത് നമ്മുടെ ആത്മീയ സ്വഭാവത്തിൻ്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് നാം വളരുവാൻ അവൻ നമ്മെ സഹായിക്കുന്നത്. പരിശോധനയുടെ സമയത്താണ് നാം നമ്മുടെ ആത്മീയ ശക്തി വെളിപ്പെടുത്തുന്നത്. വീരന്മാരായും ശൂരന്മാരായും ചിന്തിച്ച അനേകരും തങ്ങളുടെ ജീവിതത്തിൽ പരിശോധന വന്നപ്പോൾ തിരിഞ്ഞോടി എന്ന് കാണുന്നത് നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന വസ്തുതയാണ്. കർമ്മേൽ പർവ്വതത്തിൽ ആയിരങ്ങളെ വെല്ലുവിളിച്ച ഏലിയാവിൻ്റെ ധീരത ആരും പ്രശംസിക്കുന്നതായിരുന്നു. എന്നാൽ ഇസബേൽ എന്ന ഒരു സ്ത്രീ അവനെ വെല്ലുവിളിച്ചപ്പോൾ അവൻ മരുഭൂമിയിലൂടെ ഓടിയ ഓട്ടം ധീരതയുടേതല്ലായിരുന്നു. ബേർശെബയിലെത്തുന്നത് വരെ അവൻ ഓടി. തൻ്റെ ദാസനെ അവിടെ വിട്ടിട്ട് ഏലിയാവ് പിന്നെയും ഓടി. ഒടുവിലൊരു ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നവൻ പറഞ്ഞത്, യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണേ. ഇനിയും ദാവീദിൻ്റെ കാര്യമോ? ദാവീദ് ശൗൽ രാജാവിനാൽ വേട്ടയാടപ്പെട്ടപ്പോൾ അവനൊരു നിമിഷം പോലും സമാധാനമില്ലായിരുന്നു. ഒരു ചെള്ളിനെ പോലെ തന്നെ ഇട്ടോടിക്കുന്നു എന്നാണ് ദാവീദ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞത്. അവനാകെ നിരാശിതനായിരുന്നു. എന്നാൽ തങ്ങളുടെ നിരാശയുടെ സമയത്ത് ഈ വിശുദ്ധന്മാരെല്ലാം ഒരു കാര്യത്തിൽ ഉറപ്പുള്ളവരായിരുന്നു: ദൈവമാകുന്നു തങ്ങളെ ശക്തീകരിക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. അതേ സുഹൃത്തെ, താങ്കൾ കടന്നു പോകുന്ന ഏതൊരു സാഹചര്യമാണെങ്കിലും താങ്കളെ ആ സാഹചര്യത്തിൽ ശക്തീകരിപ്പാൻ, താങ്കളെ ജയോത്സവമായി നിർത്തുവാൻ ദൈവം കൂടെയുണ്ട്. അതിനായി ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ കാലത്തെയും ദൈവഭക്തരായ ആളുകളെ ചിന്താകുഴപ്പത്തിലാക്കുന്ന വിഷയമാണ് ദുഷ്ടന്മാരുടെ സൗഖ്യം, സമൃദ്ധി, സ്വസ്ഥത മുതലായ വിഷയങ്ങൾ. എന്നാൽ ദൈവവചനത്തിൽ അതിനുള്ള വ്യക്തമായ ഉത്തരമുണ്ടെന്നുള്ളതാണ് വാസ്തവം. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. സങ്കീർത്തനങ്ങൾ 37-ന്റെ 35-36 വാക്യങ്ങൾ. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.